أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. മനുഷ്യരും കല്ലുകളും വിറകായുള്ള അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അത് വിശ്വാസികൾക്കായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഹദ്റത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിൽ വലൻ തഫ്അലു എന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, നിനക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. രണ്ട്, നീ അത് ചെയ്യുകയില്ല. രണ്ടാമത്തെ അർത്ഥപ്രകാരം കാഫിറുകൾ അള്ളാഹുവിനോടൊപ്പം മറ്റു ചില ശക്തികളെ പങ്കാളിയാക്കിയിരിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ അവർക്കറിയാമായിരുന്നു ആ ശക്തികൾക്ക് വഹി നൽകാനുള്ള കഴിവില്ലെന്നും അവർ ഒരിക്കലും വെളിപാട് നൽകുന്നില്ലെന്നും. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബഹുദൈവ വിശ്വാസികളെ അവരുടെ ദൈവങ്ങളോട് ചോദിക്കാനായി ഉപദേശിച്ചുകൊണ്ട്, നിന്റെ ദൈവങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ നിർബന്ധിതരായി മറുപടി പറഞ്ഞു, ലഖദ് അലിംത മാ ഹഉലാഇ യൻതിഖൂൻ, അതായത് നിനക്കറിയാമല്ലോ ഇവർ സംസാരിക്കുകയില്ല എന്ന്. ഖുർആൻ ഇതേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഞങ്ങൾ ഈ കലാം അള്ളാഹുവിൻ്റെ വചനമാണെന്ന് പറയുന്നു, നിങ്ങളും അതുപോലെ പറയേണ്ടി വരും. അതായത് ഇത് നിങ്ങളുടെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ സ്വയം സൃഷ്ടിച്ച വസ്തുക്കളോ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന്. അള്ളാഹുവിൻ്റെ വചനത്തിന് സമാനമായ വിഗ്രഹങ്ങൾക്കൊന്നും കൊണ്ടുവരാനാവില്ല, കാരണം അവയ്ക്ക് യാതൊരു അസ്തിത്വവുമില്ല. അവ മനസ്സിൽ മാത്രം നിലകൊള്ളുന്നവയാണ്. ഈ ആയത്തിൽ അവർക്കുള്ള ശിക്ഷ തീയാണെന്ന് പറയുന്നു. ഈ തീയുടെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അതായത് ഇവിടെ തീ എന്നതുകൊണ്ട് നരകമാണ് അർത്ഥമാക്കുന്നതെങ്കിൽ നിഷേധികൾ പ്രവേശിക്കുന്ന ഈ നരകത്തിൻ്റെ ഇന്ധനം ചില മനുഷ്യരും അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുമാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി വഹസബു ജഹന്നമ. സൂറത്തുൽ അംബിയ ആയത്ത് 99. അതായത് നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിൻ്റെ ഇന്ധനമാണ്. ഇതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം ഈ തീ പതിവിലും കൂടുതൽ ശക്തമായിരിക്കുമെന്നതാണ്. കാരണം അത് കല്ലുകൾ കൊണ്ടാണ് ജ്വലിക്കുന്നത്. കല്ലുകൾ കൊണ്ടുള്ള തീ, ഉദാഹരണമായി കൽക്കരി അല്ലെങ്കിൽ ചുണ്ണാമ്പിൻ്റെ കല്ലിൻ്റെ തീ, അത്യന്തം തീവ്രവും കഠിനവുമാണ്. ഇനി ഈ ആയത്തിൽ നാർ എന്ന പദം ആലങ്കാരികമായാണ് ഉപയോഗിച്ചതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ തീ ജ്വലിപ്പിക്കപ്പെടാൻ കാരണം മനുഷ്യരും കല്ലുകളും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ബഹുദൈവ വിശ്വാസം, ശിർക്ക് അല്ലെങ്കിൽ വിഗ്രഹാരാധന. വഖൂദുഹൻ നാസ് വൽ ഹിജാറ എന്നതിൽ നാസ്, ഹിജാറ എന്നിവയുടെ വിശദീകരണത്തിൽ ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഈ വാക്കുകൾ നരകത്തിലെ ശിക്ഷ നേടുന്നവരെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഒന്ന് നാസ്, അതായത് ദൈവസ്നേഹം ഒരു പരിധിവരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ, പൂർണ്ണമായും ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടകരാത്തവർ. രണ്ടാമത്തേത് ഹിജാറ, അതായത് ഹൃദയങ്ങൾ കല്ലുപോലെ കഠിനമായവർ, അതായത് അവരിൽ ദയ, കാരുണ്യം, ദൈവസ്നേഹം എന്നിവ ഒട്ടും ശേഷിക്കാത്തവർ. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം അവിശ്വാസികളെ പല സ്ഥലങ്ങളിലും കല്ലുകൾ കൊണ്ട് ഉപമിച്ചിട്ടുണ്ട്. ഖുർആനിൽ യഹൂദികളെക്കുറിച്ച് പറയുന്നു, സുമ്മ കസ്സത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അഷദ്ദു കസ്വതൻ, അതായത് അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ കണ്ടതിനു ശേഷം നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി, അങ്ങനെ അത് പാറക്കല്ലുകൾ പോലെയോ അതിനേക്കാൾ കഠിനമോ ആയിത്തീർന്നു. ഈ ഉപമ പ്രകാരം ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണ്: നരകത്തിൻ്റെ തീയിൽ സാധാരണ വിശ്വാസികളും ദുഷ്ടത കാരണം കല്ലുകൾ പോലെയായവരും എറിയപ്പെടും. ഈ ആയത്തിലെ ഈ ഭാഗത്തെപ്പറ്റി മറ്റൊരു ചോദ്യം വരാം.
കല്ലുകൾ പോലെ ഹൃദയമുള്ളവർ കൂടുതൽ ശിക്ഷയ്ക്ക് അർഹരാണെങ്കിൽ അവരെ ആദ്യം പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന്. അതിനുള്ള ഉത്തരം, ഈ വചനത്തിൻ്റെ ലക്ഷ്യം ആളുകളെ അഗ്നിശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. മനുഷ്യത്വം ഒരു പരിധിവരെ നിലനിർത്തുന്ന നാസ് ഉപദേശം സ്വീകരിക്കാൻ കൂടുതൽ യോഗ്യരാണ്. അതിനാൽ സന്ദർഭത്തിന് അനുയോജ്യമായി നാസ് എന്ന വാക്ക് ഹിജാറയ്ക്ക് മുമ്പ് പരാമർശിക്കപ്പെട്ടു. അതുപോലെ മറ്റൊരു കാര്യം, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞത്, ഖുർആൻ കാഫിറുകളുടെ ദുഷ്പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ജിന്ന്, നാസ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളാക്കുകയും ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ നാസ്, ഹിജാറ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായും തിരിച്ചിരിക്കുന്നു. ജിന്ന് എന്നത് രഹസ്യമായി ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ശിക്ഷയുടെ സമയത്ത് അവരുടെ ഹൃദയങ്ങളുടെ കാഠിന്യം കാരണം അവരെ ഹിജാറ എന്നും വിളിക്കുന്നു. ശേഷം ഹുസൂർ ഉഇദ്ദത്തുൽ കാഫിരീൻ എന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ ആയത്ത് വ്യക്തമാക്കുന്നത് ദൈവിക ശിക്ഷ അവിശ്വാസത്തിൻ്റെ ഫലമായാണ് വരുന്നതെന്നാണ്. അല്ലാതെ അള്ളാഹു മനുഷ്യരെ ഒരിക്കലും ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യരെ രക്ഷിക്കാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ചില മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ വിശ്വാസികളും അവിശ്വാസികളും നരകത്തിൻ്റെ ശിക്ഷ അല്പമെങ്കിലും അനുഭവിക്കുമെന്നാണ്. എന്നാൽ ഈ ആയത്ത് വ്യക്തമാക്കുന്നത് നരകം പ്രധാനമായും അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയതാണെന്നാണ്. ഇതിൻ്റെ അർത്ഥം വിശ്വാസിയെന്ന് വിളിക്കപ്പെടുന്നവർ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല എന്നല്ല. കാരണം ഖുർആൻ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പൂർണ്ണമായി പിന്തുടരാത്തവരും സ്വന്തം നന്മയ്ക്കായി ശ്രമിക്കാത്തവരും അവിശ്വാസികളുടെ തലത്തിൽ ഗണിക്കപ്പെടാമെന്നാണ്. അതിനാൽ വിശ്വാസം അവകാശപ്പെടുന്നവർ എന്നാൽ അവിശ്വാസികളെ പോലെ വർദ്ധിക്കുന്നവർ ഈ ആയത്തിൻ്റെ അർത്ഥം കൊണ്ട് ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരല്ല. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് ശിക്ഷ ഒരിക്കലും ശാശ്വതവും അനന്തവുമല്ല. അതിൻ്റെ ഉദ്ദേശം ശുദ്ധീകരണവും ദൈവത്തിൻ്റെ സാമീപ്യത്തിന് അർഹത നേടലുമാണ്. ഏതുപോലെ എന്നാൽ രോഗചികിത്സയ്ക്കായി ഒരു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പോലെ രോഗം ഭേദപ്പെട്ടാൽ രോഗിക്ക് തിരിച്ചു വരാൻ കഴിയും. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.